അതെ, നിങ്ങൾ ഇങ്ങനെ ചെറിയ കേസ് പറഞ്ഞ അടി കൂടല്ലേ, ബ്രേക്കപ്പ് ഒന്നും പറയല്ലേ. ഞാൻ നിങ്ങളുടെ റിലേഷനൊക്കെ അസൂയോടെ കണ്ടിരുന്നുണ്ട്, നിങ്ങൾക്കറിയോ? എടാ നീ അതെന്നാ അവളുടെ അടുത്തൊന്ന് പറ, എങ്ങനെയെങ്കിലും അവൾക്ക് ഇത്തിരി നാണം വരട്ടെ. പിന്നെ ഈ നാണോ മാനമില്ലാത്ത വാപോയ കാതർക്കി പറഞ്ഞിട്ട് വേണമല്ലോ എനിക്ക് നാണം വരാൻ. അതെ അതെ, തലയിൽ ആൾതാമസം ഇല്ലാത്ത വാതുറന്ന മണ്ടത്തരം മാത്രം പറയുന്ന ഈ അണ്ടക്കൊക്കിന് നമ്മുടെ റിലേഷനെ പറ്റി മനസ്സിലാവുന്നുണ്ട്. എന്നിട്ട് എന്തായാലും നിനക്ക് മനസ്സിലാവാത്ത? നിങ്ങൾക്ക് പറഞ്ഞു എവിടേക്ക് പോകണം? ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് എവിടെ എത്താൻ പോകുള്ളതാണ്. എടാ ശ്രാവം, നിനക്കറിയാലോ ഞാൻ എത്ര സഹിച്ചിട്ടാണ് ഈ റിലേഷനായിട്ട് മുന്നോട്ട് പോകണേന്ന് അറിയാം. ഇയാൾ ഇത് എന്തോ സഹിച്ചോന്നാ? 24 മണിക്കൂറും ചാണകത്തിൽ ഈച്ച വന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെ ഈ പൊട്ടൻ ഇവിടെ തന്നെ ഉണ്ട്. തനിക്ക് ഇവനെ സഹിക്കാൻ പറ്റുമെങ്കിൽ എന്നെ എന്താ സഹിച്ചാൽ? എടി 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 എടി, അതിന് ഇവനേതാ? ഇവൻ ഇന്ന് ചത്താലും നാളെ ചത്താലും എനിക്കൊരു തേങ്ങയില്ല. പക്ഷെ മോളെ, നീ എനിക്ക് അങ്ങനെയല്ല. അപ്പുറത്തെ വീട്ടിലെ ആൾക്കാർ ഞാൻ പറഞ്ഞത് മനസ്സിലാക്കി. എടാ അതെനിക്ക് മനസ്സിലായി. നീ അത് അവളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാം, അവളുടെ തലേ കയറട്ടെ. ഓ, ഈ ജോലിയും കൂലിയും ഇല്ലാത്ത ഈ വേട്ടാവളിയും പറഞ്ഞിട്ട് വേണമല്ലോ എനിക്ക് മനസ്സിലാവാൻ. നിനക്കിപ്പോ എന്താ വേണ്ടത്? നിനക്കൊണ്ട് ഞാനിപ്പോ ഇവനെ കൊല്ലണം. ആ നിനക്കൊണ്ട് ഞാൻ അതും ചെയ്യും. ഇന്ന് തന്നെ ഇവനെ കൊല്ലണം. ആ തീർത്തിരിക്കും. മോള് സ്വയം പോയിട്ടോ. ഞാൻ ഇന്നിപ്പോ ഞാൻ നീ എടുത്തോണ്ടാ. അതെ, നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ എന്നെ പറഞ്ഞിരുന്നു. ഞാൻ പോണു. എടാ പോലെ, നീ ആ ഭാഗത്തൊന്നും എടുത്തോണ്ടിട്ട് പോ. ഒറ്റ കുത്തിരി ഞാൻ തീർത്തരാം. പോടാ.